കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി CPM ജില്ലാ സെക്രട്ടറിയായി M മെഹബൂബിനെ തെരഞ്ഞെടുത്തു. കൺസ്യൂമർ ഫെഡ് ചെയർമാനും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് മെഹബൂബ്. ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, പി മോഹനൻ മാറും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. ഈ M മെഹബൂബ് വരുന്നത് ഒരു പ്രതീക്ഷിച്ചിരുന്ന ഒരു ആള് തന്നെയാണോ, അതോ മറ്റാരെങ്കിലും ജില്ലാ സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? രാജീവ്, CPM-ന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പേര് M മെഹബൂബിന്റെ പേര് തന്നെയായിരുന്നു. അദ്ദേഹം ജില്ലയിലെ മുതിർന്ന നേതാവാണ്, പ്രധാനപ്പെട്ട സംഘാടകനാണ്. കൺസ്യൂമർ ഫെഡ് ചെയർമാനായി 2 ടേമായി ചെയർമാനായി തുടരുകയാണ്. ഒപ്പം തന്നെ ന്യൂനപക്ഷ മുഖമാണ്. അങ്ങനെയുള്ള പരിഗണനകളെല്ലാം വെച്ച് മെഹബൂബിന്റെ പേര് പാർട്ടിയുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ A പ്രദീപ് കുമാർ ഉണ്ടായിരുന്നു, KK ദിനേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, KK ലതിക ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് ഉണ്ടായിരുന്നു, M ഗിരീഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പരിഗണനയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില പരിഗണനകൾ M മെഹബൂബിന് അനുകൂലമായി ഉണ്ടായി എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ A പ്രദീപ് കുമാറിന്റെ പേര് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു ആശയം പങ്കുവച്ചിരുന്നു. പക്ഷേ പ്രദീപ് കുമാറിനെ എന്നെ മറികടന്നുകൊണ്ട് M മെഹബൂബിന്റെ പേര് മുന്നിൽ വന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില ഘടകങ്ങൾ തന്നെയാണ്. ഇക്കാര്യങ്ങൾ നേതൃതലത്തിൽ തന്നെ പൊതു തീരുമാനമുണ്ടായി. ഇക്കാര്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെയും അക്കാര്യത്തിലുള്ളൊരു ധാരണയിലേക്ക് വന്നു. അങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ പേരിന് അംഗീകാരം നൽകി. സംസ്ഥാന കമ്മിറ്റിയും അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇനി പുതിയ തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന കമ്മിറ്റി DC യോഗത്തിൽ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. അതിനുശേഷം പാർട്ടി ഔദ്യോഗികമായി പറയും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും M മെഹബൂബ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. പാർട്ടിയിലെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാരുമായി, പിണറായി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് തന്നെയാണ് 2 തവണയായി കൺസ്യൂമർ ഫെഡ് ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നുണ്ട് എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംഘാടകൻ കൂടിയാണ്. 24-ാം വയസ്സിൽ അത്തോളി പഞ്ചായത്ത് പ്രസിഡന്റായി അന്ന് മുതലുള്ള SFIയിലൂടെ കടന്നു വന്ന ആ രീതിയിലുള്ള പാർട്ടിയിൽ തുടക്കം മുതൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ ചെറുപ്പപ്രായം മുതൽ തന്നെ പാർട്ടിയിൽ വളരെ സജീവമായ രംഗത്തുണ്ട്. ഒരു സംഘാടകൻ എന്നുള്ള രീതിയിലുള്ള പരിഗണന എല്ലാം M മെഹബൂബിന് അനുകൂലമായി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 ടൈം പി മോഹനൻ 3 ടൈം പൂർത്തിയാക്കിയിരുന്നു. 2015-ൽ പാർട്ടി വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പി മോഹനൻ ജില്ലാ സെക്രട്ടറിയായി വരുന്നത്. TP വധക്കേസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ കേസും അതുമായി ബന്ധപ്പെട്ട കോടതി വിധികളുമൊക്കെ വന്നു. അതിനുശേഷമാണ് പി മോഹനൻ അത് ആദ്യഘട്ടത്തിൽ കേസിൽ പ്രതിപട്ടികയിൽ കൂടി ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ വന്ന് പി മോഹനൻ പിന്നീട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ 3 ടൈം തുടർച്ചയായി സെക്രട്ടറിയായി തുടർന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ M മെഹബൂബ് പുതിയ ജില്ലാ സെക്രട്ടറിയായി വന്നിരിക്കുന്നു. അങ്ങനെ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ ആ പേരിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി ഔദ്യോഗികമായി പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. ഷഹീദ്, ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ടുണ്ടോ? ജില്ലാ കമ്മിറ്റിയിൽ പുതിയ അംഗങ്ങൾ ആരൊക്കെയുണ്ട്? രാജീവ്, അക്കാര്യത്തിൽ നമുക്കിനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ജില്ലാ കമ്മിറ്റിയിലേക്കും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെ പുതിയ അംഗങ്ങൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. ചില ആളുകൾ അവിടെ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറുന്നുണ്ട്, അങ്ങനത്തെ ജില്ലാ സെക്രട്ടറി അംഗത്തെ സ്ഥാനത്ത് മാറുന്നുണ്ട്. ആ ഒഴിവിലേക്ക് പുതിയ ആളുകളെ തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ പേരുകൾ നമുക്കിനിയും ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കുന്നവർക്ക് നമുക്ക് പങ്കുവെക്കാൻ കഴിയും. ശരി.